പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. സ്വർഗീയ പിതാവേ, മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും അങ്ങയുടെ മക്കളായി ഞങ്ങളെ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് ഒരുമിച്ച് കൂട്ടി വലിയൊരു കൂട്ടായ്മയാക്കി ഒരു കുടുംബം പോലെ മറ്റേനോട് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഇതിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും കുടുംബങ്ങളെയും അനുഗ്രഹിക്കണമേ കർത്താവേ. എന്ന് പറഞ്ഞാൽ 2-3 പേർ എന്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുന്നവരുടെ മധ്യേ ഞാനുണ്ട് എന്നങ്ങ് അരുളി ചെയ്തിട്ടുണ്ടല്ലോ കർത്താവേ. അനേക മക്കൾ ഒരുമിച്ച് കൂടി ഒരേ മനസ്സോടെ മക്കൾക്ക് വേണ്ടി കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോ അങ്ങനെ ശക്തമായ ഇടപെടൽ ഉണ്ടാകട്ടെ. ഈ പ്രാർത്ഥിക്കുന്ന മക്കളെ ഓർത്ത് ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. കാർമൽ ധ്യാന കേന്ദ്രത്തെയും ഈ കാർമൽ മീഡിയയും കർത്താവേ അവിടുന്ന് അഭിഷേകം ചെയ്ത് അനുഗ്രഹിച്ച് തിന്മയ്ക്കെതിരെ പോരാടുവാനും ആത്മരക്ഷയ്ക്ക് വേണ്ടി അതിശക്തമായിട്ട് അഭിഷേകത്തിന് ശുശ്രൂഷ ചെയ്യുവാനും ഇടയാക്കണമേ. അതിനുവേണ്ട ഉന്നതമായ സ്വർഗത്തിന്റെ സഹായം അഭിഷേകം ഈ മക്കൾക്കും എനിക്കും ഈ കാർമൽ ധ്യാന കേന്ദ്രത്തിനും ഈ മീഡിയയ്ക്ക് നൽകി അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. മാതാവേ, യൗസേപ്പ് പിതാവേ, ഉണ്ണീശോയെ ഞങ്ങളുടെ കുടുംബങ്ങൾക്കും മക്കൾക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണമേ. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി. കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിറച്ചു നൽകി ദൈവമായ കർത്താവ് നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും എല്ലാ നിയോഗങ്ങളെയും അനുഗ്രഹിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, വലിയ സന്തോഷത്തോടെ നിങ്ങളെ ഓർത്ത് ഞാൻ ഈശോയ്ക്ക് നന്ദി പറയാണ്. ഒത്തിരിയേറെ നാളുകളായിട്ട് മക്കൾക്ക് വേണ്ടി നമ്മൾ ശക്തമായിട്ട് പ്രാർത്ഥിക്കുന്നു. ദിവസങ്ങളൊക്കെ അനേക മക്കള് അച്ഛന് വാട്സാപ്പിലൂടെയും ഫോണിലൂടെയും കമന്റിലൂടെയും ഒക്കെ പറഞ്ഞു. ഒത്തിരിയേറെ മക്കൾ നല്ല വിജയം കൈവരിച്ചു. ഒത്തിരിയേറെ മക്കൾക്ക് പല മേഖലകളിലും മാനസാന്തര മേഖല, ചില ബന്ധങ്ങൾ വിട്ടുപേക്ഷിച്ചു. വലിയ ദൈവ കൃപയിലേക്ക് കടന്നു വരുന്നു. വലിയ മാനസാന്തരങ്ങൾ സംഭവിക്കുന്നു. കുടുംബത്തോട് ഐക്യപ്പെടുന്നു. അങ്ങനെ കർത്താവ് നമ്മുടെ പ്രാർത്ഥനകൾക്ക് അതിശക്തമായി ഉത്തരം നൽകിയ ഒത്തിരി അനുഭവങ്ങൾ അനേക മക്കൾ പങ്കുവെക്കുന്നു. അതുകൊണ്ട് തന്നെ മക്കളെ, അച്ഛൻ പറയാറുണ്ടല്ലോ, നമ്മുടെ പ്രാർത്ഥന ദൈവം ഇടപെട്ടിരിക്കും. ഒരു വിത്താണ്, അത് ഫലം പുറപ്പെടുവിച്ചിരിക്കും. ഓക്കെ, ഇവിടെ മക്കളെ, നമ്മുടെ കാർമൽ ധ്യാന കേന്ദ്രം കഴിഞ്ഞ ധ്യാനം അഭിഷേകത്തോടു കൂടി കടന്നുപോയി. നമുക്ക് നല്ല ഒരു ഗ്രൂപ്പ് ധ്യാനത്തിന് വന്നു. അതിന് മിക്കവാറും പേര് നമ്മുടെ ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥനയെ പങ്കെടുക്കുന്ന മക്കൾ ഒരുമിച്ച് കൂടി നമ്മുടെ കുടുംബപക്ഷത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, പാപപരിഹാരം ബലിയർപ്പിക്കുന്നു. അനേകം മക്കളൊക്കെ കടന്നു വന്നായിരുന്നു. അതുകൊണ്ട് ഇനിയുള്ള ധ്യാനം വരുന്നത് 30-31 ആ ദിവസങ്ങളെ പ്രതി നോട്ട് ചെയ്യുക. പങ്കെടുക്കാത്തവരെ പങ്കെടുക്കുക, പങ്കെടുപ്പിക്കാൻ സാധിക്കുന്നവരെ പങ്കെടുപ്പിക്കുക. അതോടൊപ്പം തന്നെ നമ്മുടെ ധ്യാന കേന്ദ്രത്തിന് വേണ്ടി ശക്തമായിട്ട് പ്രാർത്ഥിക്കുക. ഞാനാണെങ്കിൽ ധ്യാനം കഴിഞ്ഞപ്പോൾ കണ്ടിന്യൂസ് ധ്യാനങ്ങളാണല്ലോ, ശുശ്രൂഷയാണല്ലോ. ഭയങ്കര ബോഡി പെയിനും ചെറിയൊരു പനി പോലെ ഞാൻ ഇപ്പൊ തന്നെ ചൂടുവെള്ളത്തിൽ കുളിച്ച് ഈ പ്രാർത്ഥന മുടക്കാൻ പാടില്ല. അതുകൊണ്ട് ഈ ശുശ്രൂഷയിലേക്ക് ഓടി വന്നിരിക്കുന്നതാണ്. പ്രിയപ്പെട്ട മക്കളെ, അച്ഛനും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ടവരെ, മറ്റൊരു വലിയൊരു സന്തോഷ വാർത്ത, നമ്മുടെ ഒത്തിരി നാളത്തെ സ്വപ്നം പോലെയായിരുന്ന നമ്മുടെ ദിവ്യകാരുടെ യാത്രയും ജപമാല പ്രദക്ഷിണത്തിന് വേണ്ടിയുള്ള വാഹനം, അതിന്റെ പണിയെല്ലാം കഴിഞ്ഞ് മിക്കവാറും അടുത്ത ആഴ്ചയോടുകൂടി ഇറങ്ങും. ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷത്തോടെ നന്ദി പറയാണ്. അതിന്റെ അവസാനത്തെ പണികളൊക്കെ അതിശക്തമായിട്ട് ഈ ദിവസങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കണം. വലിയൊരു വാഗ്ദാന പേടകം പോലെ കർത്താവിന്റെ സാന്നിധ്യം, സഞ്ചരിക്കുന്ന സാന്നിധ്യം വലിയൊരു അഭിഷേകമായിട്ട് മാറണം. അതോടൊപ്പം തന്നെ ശുശ്രൂഷ പങ്കെടുക്കാൻ മനസ്സുള്ള കുറെ പേരൊക്കെ അച്ഛനോട് പറഞ്ഞിട്ടുണ്ട്. ഇനി ആരെങ്കിലും ഇതിൽ പങ്കെടുക്കാനും ശുശ്രൂഷയിൽ പോകാനും പ്രാർത്ഥിക്കാനും സഹായിക്കാനും ഇത് മുന്നോട്ട് കൊണ്ടുപോകട്ടെ. അതിനൊക്കെ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. അതിന് വിളി ലഭിച്ച ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അച്ഛനെ വ്യക്തിപരമായിട്ട് കോണ്ടാക്ട് ചെയ്യും. നമുക്കറിയാം, നമ്മൾ ഈ ദിവസങ്ങളിൽ പെന്തക്കോസ്തായ്ക്ക് വേണ്ടി ഒരുങ്ങുകയാണ്. നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മൾ ഇനി കുറച്ച് ദിവസങ്ങൾ നമ്മുടെ മക്കൾ ദൈവ കൃപയിൽ നിറയപ്പെടാൻ വേണ്ടി ശക്തമായിട്ട് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കണം. ഇതിൽ പങ്കെടുക്കുന്ന മക്കളും പ്രാർത്ഥിക്കണം. കാരണം നമ്മുടെ ജീവിതം, ക്രൈസ്തവ ജീവിതം ഈ കൃപയില് അതിശക്തമായിട്ട് മുന്നോട്ട് പോകണം. പറയാറില്ലേ,
ദൈവ കൃപ ലഭിച്ചവർക്കാണ് സമാധാനം. അത് പഠനത്തിലാകട്ടെ, ജീവിതത്തിലാകട്ടെ, ജോലിയിലാകട്ടെ, സ്വഭാവത്തിലാകട്ടെ, എല്ലാത്തിനും സമാധാനം എവിടെ കിട്ടുന്ന ദൈവ കൃപ ലഭിച്ചവർ. അതുകൊണ്ട് നമ്മൾ ആ കൃപയ്ക്ക് വേണ്ടി നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, കുടുംബത്തിലെ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട, ദൈവിക ജീവന്റെ സമൃദ്ധിയാൽ നിറയപ്പെട്ട, ദൈവകൃപയാൽ നിറയപ്പെട്ട വലിയൊരു അഭിഷേകം ലഭിക്കണം. നമ്മള് ലൂക്കായുടെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 21 മുതൽ തിരുവചന ഭാഗത്തില് ഈശോയുടെ ജ്ഞാനസ്നാനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, കാണുന്നുണ്ട്. ജനം സ്നാനം സ്വീകരിച്ചുകൊണ്ടിരിക്കുമ്പോൾ യേശു വന്ന് സ്നാനമേറ്റു. അവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്വർഗം തുറക്കപ്പെട്ടു. പരിശുദ്ധാത്മാവ് പ്രാവിന്റെ രൂപത്തിൽ അവന്റെ മേൽ ഇറങ്ങി വന്നു. സ്വർഗത്തിൽ നിന്ന് ഒരു സ്വരമുണ്ടായി, നീ എന്റെ പ്രിയപുത്രൻ, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ജ്ഞാനസ്നാനം നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോ നമ്മൾ ക്രിസ്ത്യാനി ആയത് മാമോദീസായിലൂടെയാണ്. ഈ ജ്ഞാനസ്നാനം സ്വീകരിച്ചപ്പോ നമ്മിലും ഇത് തന്നെയാണ് സംഭവിച്ചത്, നമ്മുടെ മക്കളിലും. ഞാൻ പറയും, ഈ കൂദാശകളിലൂടെ നമുക്ക് ലഭിച്ച, മക്കൾക്ക് ലഭിച്ച ആ കൃപ, ആ സ്ഥാനം, ആ അഭിഷേകം, ആ പരിശുദ്ധാത്മാവിന്റെ ആവാസത്തിന്റെ ശക്തി നിറയപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ മക്കള് ഇന്ന് നേരിടുന്ന സ്വഭാവത്തിലാകട്ടെ, പരീക്ഷയിലാകട്ടെ, ഇന്റർവ്യൂലാകട്ടെ, പഠനത്തിലാകട്ടെ, ജോലിയിലാകട്ടെ, തടസ്സങ്ങളിലാകട്ടെ, ഒന്നിനും നമ്മുടെ മക്കളെ തടസ്സപ്പെടുത്താൻ പറ്റില്ല. ചിലപ്പോഴും പറയാറുണ്ട്, നമ്മൾ ദൈവമക്കൾ നിസ്സാരക്കാരല്ല. ഇവിടെ നമ്മൾ കാണുന്നുണ്ടല്ലോ, എന്താണ്? സ്വർഗം തുറക്കപ്പെട്ടു. നമ്മളും നമ്മുടെ മക്കളൊക്കെ മാമോദീസ സ്വീകരിച്ചപ്പോ സ്വർഗം തുറക്കപ്പെട്ടു. പരിശുദ്ധാത്മാവ് നമ്മുടെ മക്കളെ മേൽ ഇറങ്ങി വന്ന് ആവസിച്ചു. പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടു. പിന്നെ എന്താ പറഞ്ഞേ? സ്വർഗത്തിൽ സ്വരം, ഇവനെന്റെ പ്രിയപുത്രൻ, ഇവനെന്റെ പ്രിയപുത്രി. മാമോദീസയിലൂടെ നമ്മെ സ്വർഗത്തിന്റെ പൗരത്വത്തില് പിതാവായ ദൈവത്തിന്റെ പുത്രനാക്കി, പുത്രിയാക്കി മാറ്റി. അതുകൊണ്ടാണ് മാമോദീസ സ്വീകരിച്ചു കഴിയുമ്പോൾ നമ്മളിങ്ങനെ പ്രാർത്ഥനയുണ്ട്, മാമോദീസയിലൂടെ ദൈവപുത്രൻ ആയിത്തീർന്ന, ദൈവപുത്രി ആയിത്തീർന്ന ഈ ശിശുവിനോടൊപ്പം നമുക്കും വിളിച്ചപേക്ഷിക്കാം, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേന്ന് ഒരു പ്രാർത്ഥനയുണ്ട് കൂദാശയ്ക്ക്. ഈ മാമോദീസ കൂദാശയ്ക്കിടയിൽ മക്കളെ അത്ര വലിയ സ്ഥാനം വീണ്ടും പറയാണ്, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. എന്റെ മക്കളെ, നമ്മയും നമ്മുടെ മക്കളെയും നമ്മുടെ കുടുംബാംഗങ്ങളെയും ഇതുപോലെ ദൈവം പ്രസാദിച്ച്, വിളിച്ച്, വേർതിരിച്ച്, സ്വർഗം തുറന്ന് അവകാശമായി തന്ന്, പരിശുദ്ധാത്മാവിനെ നിറച്ച് പിതാവായ ദൈവത്തിന്റെ മക്കളാക്കി ഉയർത്തിയ മാമോദീസായുടെ അഭിഷേകത്തിന്റെ ശക്തി നമ്മിൽ നിറയപ്പെടണം. ഈ പെന്തക്കോസ്തായിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോ നമ്മൾ ഓരോ കൂദാശകളിലൂടെയും നമുക്ക് നിറയപ്പെട്ടിരിക്കുന്ന ആ വലിയ കൃപാവരം, അത് നമ്മൾ വീണ്ടും ജ്വലിപ്പിക്കണം. പൗലോസ്ലീഹ 2 തിമോഥെയോസ് 6 പറഞ്ഞില്ലേ, എന്റെ കൈവയ്പിലൂടെ നിനക്ക് ലഭിച്ച ദൈവിക വരം വീണ്ടും ജ്വലിപ്പിക്കുക. ഇത് നമുക്ക് വേണ്ടി, നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രത്യേകം ചെയ്താൽ മതി. നമ്മുടെ മക്കൾ രക്ഷപ്പെടും. നമുക്കറിയാലോ, ദൈവിക ജീവൻ നിറഞ്ഞാൽ, പ്രകാശം നിറഞ്ഞാൽ അന്ധകാരം താനെ മാറിപ്പോയി. മരണശക്തികൾ, പൈശാചിക ശക്തികൾ ദൈവാത്മാവിന്റെ സാന്നിധ്യത്തില് നിർവീര്യമാക്കപ്പെടും. അന്ധകാരം മാറിപ്പോവും. അതുപോലത്തെ ഒരു ആഴപ്പെട്ട അഭിഷേകത്തിലേക്ക് നമ്മുടെ മക്കൾ വരണം. നമ്മൾ പല കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, മക്കൾ നിയോഗങ്ങൾക്ക് വേണ്ടി. ഞാൻ പറയും, ഇനി ഈ ദിവസങ്ങളിൽ നമ്മുടെ വലിയൊരു നിയോഗമാണ്, നമ്മുടെ മക്കൾ ദൈവ കൃപയിൽ വളരണം. ഒപ്പം നമ്മളും നമ്മുടെ കുടുംബവും, നമ്മുടെ മക്കളും നമ്മളും നമ്മുടെ കുടുംബമൊക്കെ കൃപയിൽ വളരാത്തതിന്റെ ഒരു പോരായ്മയും ഒരു കുറവും ഒക്കെ നമ്മുടെ മക്കളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഉന്നതമായ ഒരു കൃപാഭിഷേകം, ഒരു കൃപാജീവിതത്തിന്റെ വളർച്ച, മങ്ങിപ്പോയ കൃപ, കുറഞ്ഞു പോയ കൃപ, നിർവീര്യമായി പോയ കൃപ വീണ്ടും ജ്വലിപ്പിക്കുന്ന വലിയൊരു അഭിഷേകത്തിലേക്ക് ഇനിയുള്ള ദിവസങ്ങൾ അങ്ങോട്ട് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്, കടന്നു വരികയാണ്. അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും നല്ലപോലെ ഒരുങ്ങി കുമ്പസാരിച്ച് നമ്മെ തന്നെ വിശുദ്ധീകരിച്ച് ഉന്നതമായ അഭിഷേകം, ഉദാശകൾ, വചനം ലഭിച്ച കൃപാവരങ്ങൾ വീണ്ടും ജ്വലിപ്പിച്ച് നമ്മുടെ മക്കളിൽ ജ്വലിപ്പിച്ച് വലിയൊരു വിടുതലിലേക്കും സ്വാതന്ത്ര്യത്തിലേക്കും വലിയ സൗഖ്യത്തിലേക്കും വിമോചനത്തിലേക്കും വിജയത്തിലേക്കും നമ്മളെയും നമ്മുടെ മക്കളെയും കർത്താവ് നയിക്കാൻ ആഗ്രഹിക്കണം. അതുകൊണ്ട് നമുക്ക് ഈ ദിവസങ്ങളിൽ
മക്കളുടെ പാവനത്തിലുള്ള ജീവിതത്തിന് വേണ്ടി നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ദൈവകൃപ നമുക്ക് ലഭിച്ചത് അതിന് ചൊല്ലിപ്പിക്കാം. അത് മതി. നമ്മുടെ മക്കൾ ജയിക്കും, നമ്മുടെ കുടുംബങ്ങൾ ജയിക്കും, ദിശയിലൊക്കെ മാറും, കൂട്ടുകെട്ടുകൾക്ക് വിടും. ഇന്നലെ കണ്ടില്ലേ, ഉദാശ വിട്ടൊക്കെ പടിയിറങ്ങി പോകുന്ന അനേക മക്കള്. എന്താ പറ്റിയേ? ആ കൃപ കുറഞ്ഞുപോയി. കൃപ കുറഞ്ഞപ്പോ അന്യം മതസ്ഥരുമായിട്ട് പ്രേമം, മദ്യപാനം, കൂട്ടുകെട്ട്, വ്യഭിചാരം, ജഡികാസക്തി, ഹോം സ്റ്റേ, പബ്, ഡ്രഗ്, ഇതൊക്കെ പോയി. ദൈവകൃപ നിറഞ്ഞാൽ നമ്മുടെ മക്കള് പോകുന്നില്ല. അതുകൊണ്ട് നമ്മുടെ ഫോക്കസ് ഈ ഒരു ദൈവകൃപയിൽ നിറയപ്പെടാൻ വേണ്ടി ഉന്നം വെച്ചുകൊണ്ട്, ലക്ഷ്യം വെച്ചുകൊണ്ട് ആ വലിയ അഭിഷേകത്തിന് പ്രാർത്ഥിക്കണം. വലിയ പ്രാർത്ഥനയോടെ ദിവികാര സന്നദ്ധിയിൽ ഇനിയുള്ള ദിവസങ്ങളെ ഇത് തന്നെ സമർപ്പിച്ചുകൊണ്ട് ഉന്നതമായ അഭിഷേകത്തിന് വേണ്ടി, ജീവന്റെ സമൃദ്ധിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അത് മതി, ബാക്കി എല്ലാം ശരിയാവും. നമ്മെല്ലാവരെയും അനുഗ്രഹിക്കും, ഉറപ്പ്. വലിയ പ്രാർത്ഥനയോടെ നമുക്ക് ഈ ദിവസങ്ങളിൽ വലിയ അഭിഷേകം, പരിശുദ്ധാത്മാവിന്റെ പന്തക്കുസ്തയുടെ ശക്തമായ അഭിഷേകം നിറയപ്പെടാൻ മക്കളെയും കുടുംബത്തെയും നമ്മെ ഓരോരുത്തരെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യേശോയെ, അങ്ങയുടെ മക്കളെ അനന്തമായി സ്നേഹിച്ചുകൊണ്ട് ഞങ്ങൾക്ക് ജീവൻ തരാൻ, ഞങ്ങൾക്ക് രക്ഷ നൽകാൻ വേണ്ടി അങ്ങ് ഈ ഭൂമിയിലേക്ക് വന്നു. ഈ ശപിക്കപ്പെട്ട മണ്ണില്, ജഡമായി പോയ ശരീരത്തില് അങ്ങയുടെ വലിയ അഭിഷേകത്താലും കൃപയാലും നിറച്ചുകൊണ്ടാണല്ലോ ഞങ്ങളെ അവിടുന്ന് അങ്ങയുടെ മക്കളായി സ്വീകരിച്ചത്. ഈശോയെ, മാമോദീസായിലൂടെ ദൈവമക്കളാക്കി ഉയർത്തി സ്വർഗത്തിന്റെ പൗരത്വം ഞങ്ങൾക്ക് നൽകി, പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നിറച്ചു, വലിയ ശക്തിയാൽ ഞങ്ങളെ അവിടുന്ന് നിറച്ചനുഗ്രഹിച്ചല്ലോ. കർത്താവേ, ആ വലിയ കൃപയുടെ സമൃദ്ധിയിൽ ഞങ്ങൾ ജീവിക്കാൻ അങ്ങയോട് ചേർന്ന് നിന്ന് കൃപയ്ക്കുമേൽ കൃപ സ്വീകരിച്ച് ഉദാശകളിലൂടെ ഞങ്ങൾക്ക് ലഭിച്ച ആ വലിയ കൃപകൾ നിറച്ചെടുത്താൽ ഞങ്ങൾ ധാരാളം ഫലങ്ങൾ പുറപ്പെടുവിക്കുമല്ലോ. ഈശോയെ, ഞങ്ങൾക്ക് നൽകിയ ആ വലിയ സ്ഥാനത്തെ ഓർത്ത്, അനുഗ്രഹത്തെ ഓർത്ത്, ഉന്നതമായ അഭിഷേകത്തെ ഓർത്ത്, ഞങ്ങളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവ്, ഞങ്ങളുടെ മക്കളെ പ്രത്യേകം സമർപ്പിക്കുന്നു. ഈ ദിവസങ്ങളിൽ ഞങ്ങളുടെ മക്കൾ ദൈവകൃപയാൽ നിറയപ്പെടാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങളെല്ലാ മക്കളെയും ഈശോയെ തിരുസന്നിധിയിൽ ഞങ്ങൾ പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് ഉറപ്പാണ് കർത്താവേ, ഞങ്ങളുടെ മക്കൾ അങ്ങയുടെ കൃപയാൽ നിറയപ്പെട്ടാൽ അവർക്ക് ലഭിച്ച ഉദാശയുടെ കൃപകളും അഭിഷേകവും നിറയപ്പെട്ടാൽ ഞങ്ങളുടെ മക്കൾ ജീവൻ പ്രാപിക്കും, പഠിക്കും, വിജയിക്കും, വിശുദ്ധിയിൽ ജീവിക്കും, തെറ്റായത് വിട്ടുപേക്ഷിക്കും. അങ്ങയുടെ ശക്തിയിൽ ഞങ്ങളുടെ മക്കൾ ഉന്നതി പ്രാപിക്കും. കർത്താവേ, കൃപ നഷ്ടപ്പെട്ട് അങ്ങയെ വിട്ട് അങ്ങനെ നകന്നുപോയ, ഉദാശങ്ങളോട് ലഭിച്ച കൃപകൾ നിർവീര്യമായി പോയ ഓരവസ്ഥകളെയും ഞങ്ങളുടെ മക്കളെ ഓർത്ത് മക്കൾക്ക് വേണ്ടി ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നഷ്ടപ്പെട്ട കൃപകൾ, അഭിഷേകം എല്ലാം നിറച്ചു നൽകി ഈ പന്തക്കുസ്തായ്ക്ക് ഞങ്ങൾ ഒരുങ്ങുമ്പോ ഉന്നതമായ അഭിഷേകത്താല്, പരിശുദ്ധാത്മാവിന്റെ ശക്തമായ ജ്വലനത്താല്, പരിശുദ്ധാത്മാവിന്റെ ശക്തമായ നിറവിനാല് ജീവന്റെ സമൃദ്ധി, കൃപയുടെ സമൃദ്ധി, ദൈവിക ശക്തി, സ്വർഗത്തിന്റെ പൗരത്വം, ദൈവമക്കളുടെ സ്ഥാനം, അതെല്ലാം സ്വന്തമാക്കി എടുക്കാൻ ഞങ്ങളുടെ മക്കൾക്ക് ഇടയാകട്ടെ, ഞങ്ങൾക്കും ഇടയാകട്ടെ, ഞങ്ങളുടെ കുടുംബങ്ങൾക്കും ഇടയാകട്ടെ. ഉന്നതമായ അഭിഷേകത്തിന് വേണ്ടി ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളുടെ മക്കളെയും സമർപ്പിക്കുന്നു. കർത്താവേ, ഈ കൂട്ടായ്മയെ വലിയ സ്നേഹത്തോടെ അങ്ങനെ പരമേൽപ്പിച്ചിരിക്കുന്ന പൗരോഹിത്യ അധികാരത്തിൽ വിശുദ്ധ കുർബാനയുടെ ശക്തമായ സാന്നിധ്യത്തില് അങ്ങേ തിരുഹൃദയത്തിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവേ, ജീവൻ നൽകുന്ന, ജീവന്റെ സമൃദ്ധി നൽകുന്ന അങ്ങയുടെ കരുണ, അങ്ങയുടെ കൃപാ സമൃദ്ധി ഈ മക്കളുടെ മേൽ, ഇവരുടെ കുടുംബങ്ങളുടെ മേൽ, മക്കളുടെ മേൽ നിറയപ്പെടട്ടെ എന്ന് വലിയ ദാഹത്തോടെ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ കർത്താവ്, ഞങ്ങൾക്ക് ഈ നന്ദി പറയുന്നു. ഈ കാർമൽ ധ്യാന കേന്ദ്രത്തെ ഓർത്ത്, ഇവിടെയുള്ള എല്ലാ ധ്യാനങ്ങളെ ഓർത്ത്, രണ്ടാം ശനി കൺവെൻഷനെ ഓർത്ത്, ഈ കാർമൽ മീഡിയയിലൂടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഈ മഹാശുശ്രൂഷയെ ഓർത്ത് ഞങ്ങൾ എനിക്ക് നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ കർത്താവേ,
അങ്ങയുടെ വലിയ മനസ്സറിഞ്ഞ് ജീവിക്കാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. ദിവ്യകാരുടെ യാത്രകളും ജപമാല പ്രദക്ഷിണങ്ങളും ഉന്നതമായ അഭിഷേകത്താൽ അങ്ങ് തന്നെ നിറയ്ക്കണം. അതിനുവേണ്ടി വലിയൊരു സമൂഹത്തെ കർത്താവെ ഈ ശുശ്രൂഷയ്ക്കായിട്ട് അങ്ങ് കൂട്ടിച്ചേർക്കണമേ എന്ന് ഇടത്തിന് മുമ്പിൽ ഈ നിയോഗത്തെ സമർപ്പിച്ചുകൊണ്ട് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങയുടെ വലിയ കരുണ, ഈ ആശീർവാദത്തിലൂടെ അഭിഷേകം, ഈ ആശീർവാദത്തിലൂടെ ജീവന സമൃദ്ധിയും കൃപാസമൃദ്ധിയും ഈ ആശീർവാദത്തിലൂടെ നൽകിക്കൊണ്ട് ഈ ദിവസങ്ങളിൽ കൃപയ്ക്ക് മേൽ കൃപ നിറഞ്ഞ് ഒരു പുതിയ പന്തക്കുസ്താഭിഷേകം ഞങ്ങൾ പ്രാപിക്കുമാറാകട്ടെ. മക്കളെല്ലാ നിയോഗങ്ങളും നമ്മുടെ എല്ലാ നിയോഗങ്ങളും സമർപ്പിച്ചുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ ഈശ്വരാശീർവാദത്തിന് വേണ്ടി ദിവ്യകാരനാഥന്റെ ജീവന്റെ സമൃദ്ധിക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു നിമിഷം വ്യക്തിപരമായിട്ട് പ്രാർത്ഥിക്കാം. സകലേശാ ദിവ്യ കടാക്ഷം തൂകണമേ വത്സല സുതരിൽ, നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. ഞങ്ങളുടെ എല്ലാ മക്കളും ഉന്നതമായ അഭിഷേകവും കൃപയുടെ സമൃദ്ധിയും പ്രാപിക്കാൻ ഇടയാകട്ടെ. ഞങ്ങളും ഞങ്ങളുടെ കുടുംബവും ഈ കൂട്ടായ്മയും വലിയ കൃപാഭിഷേകത്താൽ